റസൂലേ എനിക്ക് ഇന്ന കാര്യം വേണം, മുഹിയുദ്ദീൻ ശൈഖ് ഇന്നത് വേണം, റിഫായി ശൈഖ് വേണം, മമ്പർത്ത തങ്ങളെ വേണം, മടവൂരി ശൈഖുന വേണം എന്ന് പറയുമ്പോ അപ്പൊ അവര് പറയണ എന്തെന്ന്, താങ്കൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്, കുറച്ചു നേരം കാത്തിരിക്കുക, വരുമോന്ന് നോക്കട്ടെ, യഥേഷ്ടക്ക് തരാൻ പറ്റൂലല്ലോ എന്നാ എന്തും ചോദിക്കാം, എന്തും ചോദിക്കാം. അപ്പൊ മുഅ്മിനീങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്തും ചോദിക്കാന്ന് പറയുമ്പോ നമുക്ക് എന്തൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ടോ അത് ഏത് വിശ്വാസത്തിലാ നമ്മൾ ചോദിക്കുന്നത്? അള്ളാഹുവിന് മറ്റാരും ഒന്നും കൊടുക്കേണ്ടതില്ല. നമുക്ക് വെള്ളം തരുന്നവൻ റബ്ബാണ്, അത് അള്ളാഹ്ക്ക് മറ്റാരും കൊടുക്കേണ്ടതില്ല. ഭക്ഷണം തരുന്നവൻ റബ്ബാണ്, റബ്ബിനാരും കൊടുക്കേണ്ടതില്ല. മഴ തരുന്നവൻ റബ്ബാണ്, കാറ്റ് തരുന്നവൻ റബ്ബാണ്, ജീവൻ തരുന്നവൻ റബ്ബാണ്. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. അത് അവനിൽ സ്വയം പര്യാപ്തതയുള്ളതാണ്. അതിന് അള്ളാഹുവിന് മറ്റാരും കൊടുക്കേണ്ടതില്ല. അതേസമയം ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകട്ടെ, ഗൗസുൽ ആലം തങ്ങളാകട്ടെ, റിഫായിൻ ശൈഖാകട്ടെ, മമ്പുറത്തെ തങ്ങളാകട്ടെ, മടവൂരി ശൈഖുനയാകട്ടെ, ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഉന്നതാധികാരികളായ ഔലിയാക്കളാകട്ടെ, അവരോട് നമ്മൾ ഇതൊക്കെ ചോദിക്കുമ്പോഴോ അവർക്ക് അള്ളാഹ് കൊടുത്തതാണത്. അള്ളാഹ് കൊടുത്തതാണ് അവര് നമുക്ക് തരുന്നത്. അള്ളാഹ്ക്ക് ആരും കൊടുക്കേണ്ടതില്ല. അപ്പൊ കണ്ടോ, ഈ വ്യത്യാസമേ ഉള്ളൂതാ. അള്ളാഹു തആലക്കാരും കൊടുക്കേണ്ട കാര്യം സ്വയമുണ്ട്, മറ്റൊരു കഥ കൊടുത്തതാണ്. എന്താ കൊടുത്തത്? എല്ലാ തസറുഫാത്തും, റഹ്മാനായ റബ്ബിന്റെ എല്ലാ കഴിവുകളും, അള്ളാഹു തആലക്കുള്ള എല്ലാ വിശേഷണങ്ങളും, അതൊക്കെ എല്ലാം കൈകാര്യം ചെയ്യാനുള്ള തദ്ബീർ, മുദബ്ബിർ, എല്ലാം നിയന്ത്രിക്കുന്നവൻ എന്ന അള്ളാഹിന്റെ സിഫത്ത് എങ്ങനെ കൂട്ടരെ അള്ളാഹ് പടപ്പിന് കൊടുക്കും? അള്ളാഹു തആല ഏറ്റവും വലിയ തിന്മയായി പഠിപ്പിച്ചെന്താ? അള്ളാഹ്ക്ക് തുല്യന്മാരെ സ്ഥാപിക്കലാണ്. ഫലാ തജ്അലു ലില്ലാഹി അൻദാദാ, വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ വിലക്കാണ്. മനുഷ്യകുലത്തെ വിളിച്ചുകൊണ്ട് ഖുർആനിൽ ആദ്യമായി വിലക്കിയ ഒരു കാര്യം എന്താ? ഫലാ തജ്അലു ലില്ലാഹി അൻദാദാ, റഹ്മാനായ റബ്ബിന് നിങ്ങൾ തുല്യന്മാരെ ഉണ്ടാക്കരുത്. നമ്മോട് പഠിച്ചോൻ പറയാ അള്ളാഹ്ക്ക് തുല്യന്മാരില്ല, തുല്യന്മാരെ ഉണ്ടാക്കരുത്. പഠിച്ചോൻ തന്നെ എന്ത് ചെയ്യാ? അള്ളാഹിന്റെ കഴിവൊക്കെ മറ്റൊരു കൊടുത്തിട്ട് അവരെ കൊണ്ട് എല്ലാ നിയന്ത്രണം ഏൽപ്പിക്കുകയും ചെയ്യാം. ഇതുണ്ടാകോ? ഇതുണ്ടായാൽ പിന്നെ എന്താ ഇസ്ലാമിന് ഇവിടെ പ്രസക്തി ഉള്ളത്? അമ്പിയാക്കളൊക്കെ വന്നത് എന്തിനാ? വഹ്ദഹു ലാ ശരീക ലഹു, അല്ലാഹ് ഏകനാണ്, പങ്കുകാരില്ലെന്ന് പറയാനാണ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹ്ക്ക് തുല്യനായ ആരുമില്ലെന്ന് പഠിപ്പിക്കാനാ. പക്ഷേ ആ സ്ഥാനത്ത് അള്ളാഹിന്റെ കഴിവുകൾ അള്ളാഹ് മറ്റു പലർക്കും കൊടുത്തിട്ടുണ്ട്. അവിടെ അള്ളാഹ്ക്ക് സ്വയമുള്ളതാ, മറ്റൊരു അള്ളാഹ് കൊടുത്തതാ എന്ന് വിശ്വസിച്ചാൽ പിന്നെ കുഴപ്പമില്ല. എന്തും ചോദിക്കാം, എങ്ങനെയും ചോദിക്കാം, എപ്പോഴും ചോദിക്കാം. ഏത് ചോദിച്ചാലും അതൊക്കെ തരാൻ മാത്രമുള്ള കഴിവുണ്ട്. ആ കഴിവൊക്കെ അള്ളാഹ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹ് സ്വയം പങ്കുകാരനെ സ്വീകരിച്ചുവെന്നാണോ സഹോദരങ്ങൾ വിശ്വസിക്കുന്നത്? അള്ളാഹ് സ്വയം പങ്കുകാരനെ സ്വീകരിച്ചോ? നബി തങ്ങളോട് വന്ന ഒരാൾ പറയുന്നു, മാഷാ അല്ലാഹു അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹും താങ്കളും വിചാരിച്ചതാ ഉണ്ടാവുക. നബിയെ, അല്ലാഹു റസൂലും എന്താണ് ഉദ്ദേശിച്ചത് അത് സംഭവിക്കും. എന്താ നബി തങ്ങൾ ചോദിച്ചത്? അജഅൽതനി ലില്ലാഹി നിദ്ദാ, നീ എന്നെ അള്ളാഹുവിന് തുല്യനാക്കുകയാണോ? അള്ളാഹ്ക്ക് നീ എന്നെ തുല്യമാക്കുകയാണോ? അള്ളാഹും റസൂലും ഉദ്ദേശിച്ചാൽ എന്ന് പറയുമ്പോഴേക്ക് നീ എന്നെ അള്ളാഹിനോട് തുല്യമാക്കുകയാണോ എന്നാണ് നബി തങ്ങൾ ചോദിച്ചത്. വാള് തൂക്കിയിടാൻ ഒരു മരം വേണം, ബറക്കത്തിനായി, അനുഗ്രഹത്തിനായി വാള് തൂക്കാൻ മരം വേണമെന്ന് പറയുമ്പോൾ നബി തങ്ങളുടെ പ്രതികരണം എന്താ? ഇത് ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണ്. ഇജ്അൽ ലനാ ഇലാഹാ കമാ ലഹും ആലിഹാ, ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇതല്ലേ ഇസ്ലാമിന്റെ അധ്യാപനം? ആ സ്ഥാനത്താണ് CM മടവൂര്, അതേപോലെ മറ്റ് ഔലിയാക്കന്മാര്, മുഹീദ്ദീൻ ശൈഖ്, റിഫായി ശൈഖ് അടക്കമുള്ളവരൊക്കെ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നു, ലോകം മുഴുവൻ കൈകാര്യം ചെയ്യുന്നു എന്ന് പഠിപ്പിക്കുന്നത്. എന്നിട്ട് ആ ശൈഖിന്റെ മഹത്വങ്ങൾ പറയാൻ, ആ ശൈഖിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യാൻ, ആ ശൈഖിന്റെ പേരിൽ തവസ്സുലാക്കാനാണ് ഇത്തരം വേദികൾ പോലും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്.